ഹലോ ആസിഫ് മാലിക്കാണ്. നമ്മൾ ഇന്നുള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഒരു ജില്ലയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അടിപൊളി സ്ഥലമല്ലേ, നിങ്ങൾ നോക്കിയൊക്കെ. ഇവിടെ മെയിനായിട്ട് ഇവിടെ ഒരു ചർച്ചാണ്, ഫ്രാങ്ക്ഫർട്ട് ചർച്ച്. പിന്നെ രമ്യ മാഡം വേറെന്താ നമ്മളെ കാണുന്നുള്ള ഇത് ആ ഒരു സ്ഥലത്തിൻ്റെ എന്താ പറയുക? ഹൈക്കോൺ ബിൽഡിംഗ് അല്ലേ? ഇല്ല, നിങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ല ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ചർച്ചിൽ പോകാനുണ്ട്. മിസ്റ്റർ ഭരതൻ, ഇത് ഭരതേട്ടൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വന്നതാണ്. കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഒപ്പരും ഒരു ഫാമിലി ആയിട്ട് മാറി ഇപ്പോൾ, അല്ലേ? ഫാമിലി ആയിട്ട് മാറിയില്ല, സംശയമുണ്ടോ? മുമ്പ് ആ കയറിപ്പാട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയക്കാരുണ്ടായില്ല, ഇപ്പോൾ എല്ലാവരും കണക്ഷനായി. അപ്പോൾ എന്തായാലും നമുക്ക് ചർച്ചിലേക്ക് പോകാമല്ലേ? ചർച്ചിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുമ്പോൾ ജർമ്മനിയാണ്. മൊത്തം കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 2-3 സ്ഥലങ്ങളിൽ നമുക്ക് എന്താ പോകാൻ പറ്റും. ഓക്കെ. ഇതാണ് നമ്മളെ ഫ്രാങ്ക്ഫർട്ടിലെ സൈറ്റ് സീനിങ്ങുള്ള പോയിന്റ്. ഇവിടെ ഒരു പ്രത്യേകത നോക്കി നിങ്ങൾ. ഇത് ബെൻസ്, ഇത് ടാക്സി, എല്ലാം ബെൻസ്, എല്ലാം ടാക്സിയാണ്. കൂടാണ്ട് നമുക്കിതാ ഇവിടെ കാണുന്നുണ്ടോ വാൻ, ഇത് ലോറി, ഇതും ബെൻസ്. അങ്ങനെ മൊത്തം ബെൻസ് തന്നെ കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, ഇതിലൂടെ ഒരു വണ്ടി വരുന്നുണ്ട്, ഇതിൻ്റെ ബാക്കിൽ തന്നെ ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ അടിപൊളിയല്ലേ, സംഭവം പൊളിയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ചർച്ചിലേക്ക് പോവാം. ചർച്ചിലാണ് ഉള്ളത്, ഫ്രാങ്ക്ഫർട്ട് ചർച്ച്. ഓക്കെ. അപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെ കേട്ടോ. ഓക്കെ. ജർമ്മനിയിൽ ഇന്നത്തെ ഫസ്റ്റത്തെ വീഡിയോ. നമ്മളെ രമ്യ മാഡം കൊടിയൊക്കെ പിടിച്ച് അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ, ഫ്ലാഗൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഹായ്, ഹൗ ആർ യു? ഫൈൻ, യാ. ഓക്കെ, അടിപൊളിയല്ലേ? ഹലോ, ഹൗ ആർ യു? യാ. ഓക്കെ. ജർമ്മനി ഇതാ ഈ ചർച്ചിലേക്ക് പോകാനുള്ള കേട്ടോ, കാണണ്ട. ഇവിടെ ഇപ്പോൾ സമയത്ത് അറിയാം, 11 മണിയാവാൻ പോകുന്നത്. നോക്കിയേ, കാണുന്ന. ഓക്കെ, സൂമാക്കിയിട്ട് അടുത്താണ് അത്. റോമർബർഗ് ബിൽഡിംഗ് അല്ലേ? റോമർബർഗ്. ഓക്കെ, റോമർബർഗ് ഇവിടുത്തെ മെയിൻ സ്ക്വയർ ആണ്. ഫ്രാങ്ക്ഫർട്ടിലെ മെയിൻ സ്ക്വയർ ആയിട്ട് റോമർബർഗിലാണ് നമ്മളുള്ളത്. ഓക്കെ. അവിടെ നമ്മൾ നേരെ പോകുന്ന ചർച്ചിലേക്കാണ്. ഓക്കെ. നിങ്ങൾ പറയുന്നത് ഞാൻ റെക്കോർഡാക്കുന്നുണ്ട്. ചർച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയട്ടാ. ഓക്കെ, അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. അകത്ത് കയറാൻ പറ്റും, ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് സംശയമുണ്ട്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. ചർച്ചിൻ്റെ ഒരു സൈഡാണ് ഇത്. ഓക്കെ, ക്ലോക്ക് കണ്ട, ഞാൻ നേരത്തെ കാണിച്ചിരുന്നു സൂം ആക്കിയിട്ട്. കണ്ടോ? ഓക്കെ, അകത്ത് പോയേക്കാം. യെസ്, അകത്തേക്ക് പോകുന്നുണ്ടേ. ഓക്കെ, ചർച്ചിൻ്റെ അകത്തുള്ളത്. ഓക്കെ, വാഹു. കാണുന്നുണ്ടല്ലേ? ജർമ്മനിയിലുള്ള ഒരു സിറ്റിയിൽ കൂട്ടിയിട്ടുള്ളൊരു നടത്തം കണ്ടെങ്കിൽ എന്താ രസമല്ലേ? ഓക്കെ,
Okay, black forest, why it is called? Because the sunrise won't reach the earth. It is so dense. Why it is called black? That is why it is called black forest. And cuckoo clock is made from this black forest. And the dessert, the black forest, you know, we know that cake, pastry, which is from this region only. So those who want to try black forest can try from this area. I don't know where we will get it, but still, it would be nice if we can grab a piece of. തീർച്ചയായും Then you can try. Actually, we will be getting down in a one place called TTC Lake and Village, and where we will get more time and we'll be doing this demonstration. We'll reach there before 5 o'clock, right? ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ് ടിറ്റിസി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബിൽഡിംഗ് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ കുക്കു എന്ന് പറയുന്ന ഒരു ക്ലോക്ക് കണ്ടായിരുന്നു. നമ്മളിവിടെ ചൈനയിൽ നിന്ന് അവിടെ നിന്നെല്ലാം കണ്ടിട്ടുണ്ടാകും, ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഉത്ഭവം ഇവിടെയാണ്, ജർമ്മനിയിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിലിടും. ഓക്കെ, അപ്പോൾ അതിന് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 50,000 രൂപയൊക്കെ ഉണ്ടാവും. ഓക്കെ, So all details what you can see here are handmade. For example, they are not fabrically made; they are handmade. For example, one guy his homework is doing just the rabbit. The second it's just houses. The third one is just the deers. That's the reason when you choose the cuckoo clock with more details, it's gonna be much expensive because it takes longer time to make it and to put on the cuckoo clock. So the wood what we're using for the cuckoo clock, it's called linen wood, and the natural color of the linen wood it's the light one. But in Black Forest we like to color it with the dark, with special color that doesn't fade away with the years. Just when you clean it, you need to take the dust brush, not with the wet towel. Yeah. It's a polish. Yes. So far. ഇതാ ഇവിടെ ഒരു അടിപൊളി ഒരു ലൈക്ക് കാണക്കണ്ട, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇവിടെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നില്ല, നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിന് പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് മഞ്ഞ് മല കാണാൻ പറ്റുമോ നിങ്ങൾക്ക് നോക്കി, അത് മുട്ടി കാണിച്ചു കാണുന്നുണ്ട് മഞ്ഞുമല. അപ്പോൾ അടിപൊളി സ്ഥലം അല്ലേ. Is it? കണ്ട ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു കൈറ്റാണത്. അതെ അതെ, ആദ്യമായി ഇവിടെ ഒരു മല കണ്ടല്ലേ, മല എന്നുള്ള സാധനേ അയ്യോ, അത് ശരിക്കും ഒറിജിനൽ ആണോ? ഒരു മാൻ നിൽക്കുന്നത്. ഡിയർ is original on your right side? Is it original or it's a statue? Did you see that? Just കണ്ടോ ആരെങ്കിലും? ഇല്ല. ഓ, എനിക്ക് തോന്നി ഞാൻ താഴെ ഇരിക്കുന്നവരെ കണ്ടിരുന്നതാണ്. ഞങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിന്റെ റൈറ്റ് സൈഡിലും കണ്ടത്. ഓ, I see. Okay. Was it a statue or the? Did you see that? The deer. പോയി ഇതൊക്കെ വാങ്ങിക്കണം. നമ്മളങ്ങനെ സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പാടത്തെന്തു വിശേഷം ചൊല്ലുക, പാടത്തെന്തു വിശേഷം, പാടത്തെല്ലാം വിട്ടു വിതച്ചു. അതെന്താ, കരിമ്പാണോ അതോ ഇതാണോ പോളി ഫാമിംഗ്? വൈൻഡ് ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്. മൂടിയിട്ടിട്ട് ഹോളിടും, ആ ഹോളില് വിത്തിടും, ആ വിത്ത് മാത്രം മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ പുല്ലുകളൊന്നും
ഞങ്ങളങ്ങനെ റെയിൻ ഫോൾസ് ഒക്കെ കണ്ടിട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ മോഹനില്ലേ നേരത്തെ നിങ്ങൾ പരിചയപ്പെടുത്തിയ അവരാണ് നമ്മളെ ഷൂട്ടിങ് എടുക്കുന്നുള്ളത്. പിന്നെ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളെ ഒരാളായിട്ട് പേര് കൊടുക്കാം, സംജീറിന്റെ വീട് എവിടെ അറിയാം? മലപ്പുറത്താണ് അല്ലേ, മണ്ണാർക്കാട് ബോർഡർ. അതുപോലെ അനൂപ് കൊല്ലത്ത്. അതുപോലെ നമ്മളെ തൃശ്ശൂർക്കാരൻ നമ്മുടെ മുത്തുണ്ട് ജ്യോതിഷ്. അങ്ങനെ നമ്മൾ ഒരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയും കുറേ ആളെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നില്ല. ഒരു പാപ്പനെ ഞാൻ ജസ്റ്റ് കാണിച്ചായിരുന്നു. അത് ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വിറ്റ്സർലാൻഡിൻ്റെ വെറൈറ്റി വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ ബൈ.